ഞാൻ മനസ്സിലാക്കുന്നത് സണ്ണി ജോസഫിനെ പരാജയപ്പെടുത്താൻ ശക്തയായ ഒരു സ്ഥാനാർത്ഥിയെ CPIM പേരാവൂരിൽ രംഗത്തിറക്കുന്നുവെന്നതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3172 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് സണ്ണി ജോസഫിന് പേരാവൂരിൽ കിട്ടുന്നത്. UDFന്റെ ഉറച്ച മണ്ഡലമായിട്ട് പോലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് നല്ല മേൽക്കൈ പേരാവൂരിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇത്തവണ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ പേരാവൂർ ഒരുപക്ഷെ LDFന് അനുകൂലമായി വരാനുള്ള സാധ്യത CPIMും LDFും കണക്കാക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് മട്ടന്നൂരിൽ ഈ പറഞ്ഞതുപോലെ വലിയ ഭൂരിപക്ഷത്തിൽ 60,000-ലധികം ഭൂരിപക്ഷത്തിൽ വിജയിച്ച KK ശൈലജയെ പേരാവൂരിലേക്ക് കൊണ്ടുവന്ന് സണ്ണി ജോസഫിനെതിരെ നിർത്താനുള്ള CPIMന്റെ തീരുമാനം എന്ന് പറയുന്നത് അതൊരു ഒതുക്കലായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം CPIM പലപ്പോഴും സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ തന്നെ ഒതുക്കൽ എന്നതിനപ്പുറത്തേക്ക് ഓരോ സ്ഥാനാർത്ഥികളെ നോക്കി ശക്തരായ സ്ഥാനാർത്ഥികളെ ഇറക്കുക എന്നൊരു ശൈലിയാണ് CPIMന്റേത്. ഇപ്പോൾ മട്ടന്നൂരാണെങ്കിലും അതുപോലെ തന്നെ ധർമ്മടത്താണെങ്കിലും അതുപോലെ കൂത്തുപറമ്പിലോ അല്ലെങ്കിൽ കല്യാശ്ശേരിയിലോ ഒക്കെ ആണെങ്കിൽ ഏത് CPM ചിഹ്നത്തിനാണ് വോട്ട്. അവിടെ CPIMന്റെ ആര് നിന്നാലും മത്സരിക്കും. അവിടെ ഒരു ശക്തയായ അല്ലെങ്കിൽ ശക്തരായ ഒരു സ്ഥാനാർത്ഥി വേണമെന്ന് തന്നെയില്ല. അവിടെ CPIMന്റെ ഏത് സ്ഥാനാർത്ഥി നിന്നാലും വിജയിക്കും. പക്ഷെ പേരാവൂരിൽ അങ്ങനെയല്ല. പേരാവൂരിൽ അതൊരു UDFന് മേൽക്കൈയുള്ള മണ്ഡലമാണ്. സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ 30-35% കുടിയേറ്റ കർഷകരുള്ള ക്രിസ്ത്യൻ മൈനോറിറ്റി വോട്ടുകളുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ പേരാവൂർ എന്ന് പറയുന്നത്. അപ്പോൾ ആ പേരാവൂരിൽ ശക്തിയായ ഒരു സ്ഥാനാർത്ഥി വന്നാൽ അവിടുത്തെ കളം മാറ്റം ഉണ്ടാകാം എന്ന് CPIM പ്രതീക്ഷിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ്. കാരണം അവിടെ അത്തരത്തിലൊരു ശക്തമായ മത്സരം കാഴ്ചവെച്ചാൽ കഴിഞ്ഞ വർഷത്തെ 3172 എന്നൊരു ഭൂരിപക്ഷം മറികടക്കാൻ കഴിയുകയാണെങ്കിൽ ഇപ്പോൾ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട്. സണ്ണി ജോസഫിന് ഒരുപക്ഷെ ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ അത് അനുകൂലമാക്കാൻ കഴിയും. അവിടെ ഈ മലയോര ഹൈവേ ഒക്കെ തന്നെ വലിയ നേട്ടമായി സണ്ണി ജോസഫ് ഉയർത്തി കാണിക്കുന്നുണ്ട്. അപ്പോഴും ഈ പേരാവൂർ മണ്ഡലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വന്യമൃഗ ശല്യം പോലുള്ള വലിയ വിഷയങ്ങളുണ്ട്. അവിടുത്തെ ജനങ്ങൾക്കിടയിൽ ചർച്ചയാവേണ്ട ഈ ആറളം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ വാർത്തകളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു പഞ്ചായത്താണ്. അവിടെ കാട്ടാനകളുടെ ആക്രമണത്തിൽ ഒരുപാട് മനുഷ്യർ മരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ആറളത്തുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ജനകീയ വിഷയങ്ങൾ നിലനിൽക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് പേരാവൂർ മണ്ഡലം. ഏതായാലും മണ്ഡലത്തിൽ തീപാറുന്ന മത്സരമായിരിക്കും ഈ രണ്ട് സ്ഥാനാർത്ഥികളാണെങ്കിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട.